ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിമെൻഷ്യ ബാധിക്കുന്നതിന് മുൻപേ ശരീരം കാണിച്ചു തുടങ്ങുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചാണ്. ദ സൈലന്റ് സിംറ്റംസ് ഓഫ് ഡിമെൻഷ്യ. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഡിമെൻഷ്യ? ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഒരു മറവി രോഗമാണ്. ഈ അൾഷേമേഴ്സ്, പാർക്കിൻസൺസ് തുടങ്ങിയതെല്ലാം ഇതിന്റെ അണ്ടറിലാണ് വരുന്നത്. നിങ്ങൾ ടയേർഡ് ആയിരിക്കുമ്പോൾ, സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ, ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങാതിരിക്കുമ്പോൾ പോലും ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടുവരാം. ഈവൻ നിങ്ങൾക്ക് ഡിമെൻഷ്യ ഇല്ലെങ്കിലും. സോ ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകുന്നവർക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ, നിങ്ങൾ ഒരിക്കലും അത് ഡിമെൻഷ്യ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല നിങ്ങൾക്ക്. കാരണം അവർക്ക് ചിലപ്പോൾ ആ ഒരു ലക്ഷണങ്ങൾ ഉണ്ടായത് നല്ല ഉറക്കം കിട്ടാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ സ്ട്രെസ്ഡ് ആയിരുന്നത് കൊണ്ടായിരിക്കാം, ദീർഘകാലം അവർ സ്ട്രെസ്ഡ് ഫീലിങ്സ് അനുഭവിച്ചത് കൊണ്ടായിരിക്കാം, അതുമല്ലെങ്കിൽ അവരുടെ ബ്ലഡ് ഷുഗർ വേരി ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അവർ ഡിമെൻഷ്യയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. ഈ ഡിമെൻഷ്യ ഉണ്ടാകുന്നത് നമ്മുടെ ബ്രെയിനിലെ ചില ഭാഗങ്ങൾ ചുരുങ്ങി പോകുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഷ്രിങ്ക് ചെയ്തു പോകുന്നത് കൊണ്ടാണ്. എസ്പെഷ്യലി ഹിപ്പോ ക്യാമ്പസ്. സോ ഇനി നമുക്ക് ശരീരം മുൻപേ കാണിച്ചു തുടങ്ങുന്ന, ഡിമെൻഷ്യയിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുൻപേ കാണിച്ചു തുടങ്ങുന്ന ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായി നോക്കാം. കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതിനും അത് പ്ലാൻ ചെയ്യുന്നതിനും ബുദ്ധിമുട്ട് നേരിടും. അതായത് കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിനും അത് ആസൂത്രണം ചെയ്യുന്നതിനും വളരെ വളരെ പാടായിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക്. അടുത്തതായി പറയുന്നത് പേഴ്സണാലിറ്റി ചേഞ്ചസ് ഉണ്ടാകും. നിങ്ങളുടെ ഫീലിങ്സിനും നിങ്ങളുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. ചില സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ചിന്തകൾ, ഫീലിങ്സ്, അതുപോലെ നിങ്ങളുടെ പ്രവൃത്തികൾ മുൻപ് എങ്ങനെയായിരുന്നോ അതുപോലെ ആയിരിക്കില്ല ഇപ്പോൾ. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. ഈ ഒരു മാറ്റം ചിലപ്പോൾ നിങ്ങൾക്ക് സ്വയമേ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകുന്നവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നോർമലി നിങ്ങൾക്ക് തോന്നും നമ്മൾ പ്രായമാകും തോറും ഈ ഒരു ചേഞ്ച് നമ്മൾക്ക് വന്നൂടെ എന്ന്. ശരിയാണ്, പ്രായമാകും തോറും ഈ ഒരു ചേഞ്ച് വരാം, ബട്ട് അത് ഗ്രാജുവലി പതുക്കെ പതുക്കെ ആയിരിക്കും. ബട്ട് ഡിമെൻഷ്യ ബാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചേഞ്ചസ് സഡൻ ആയിരിക്കും, പെട്ടെന്നാണ് ഉണ്ടാകുന്നത്. പിന്നെ ഒരു ഡൗട്ട് ഉണ്ടാകും, നമ്മുടെ മൂഡ് അനുസരിച്ച് നമ്മുടെ ഈ പ്രവൃത്തികൾക്കും ചിന്തകൾക്കും ഫീലിങ്സിനും മാറ്റം വന്നൂടെ എന്ന്. വരാം, അതും നോർമൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ബട്ട് ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എന്താ പറയുക, ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അത് താൽക്കാലികമായിരിക്കും, ടെമ്പററി ആയിരിക്കും. ബട്ട് ഡിമെൻഷ്യ ഉണ്ടെങ്കിൽ അത് താൽക്കാലികമായിരിക്കില്ല, പെർമനന്റ് ആയിരിക്കും. ഗ്രാജുവലി കൂടി 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 പെർമനന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇനി മൂന്നാമത്, അധികം ആരും വിചാരിച്ചു പോലും നോക്കാത്ത ഒരു സിംറ്റം, ഒരു ലക്ഷണം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്. അതായത് മലബന്ധം. ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു അസുഖം എങ്ങനെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാക്കുന്നു എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വന്നില്ലേ ഇപ്പോ? ഞാൻ പറയാം എങ്ങനെയാണെന്ന്. ഇവിടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗട്ട് ബ്രെയിൻ കണക്ഷൻ ആണ്. നമ്മുടെ തലച്ചോറും നമ്മുടെ ഗട്ട്, അതായത് കുടലും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുടലിനെ സെക്കൻഡ് ബ്രെയിനായി പരിഗണിക്കുന്നത്, രണ്ടാമത്തെ തലച്ചോറായി പരിഗണിക്കുന്നത്. അത് മാത്രമല്ല, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടെങ്കിൽ അത് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഡിമെൻഷ്യ നിങ്ങളിലേക്ക് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അർത്ഥമാക്കുന്നില്ല. മറ്റു പല അസുഖങ്ങൾ മൂലവും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് സെറോട്ടോണിൻ എന്ന് പറയുന്നത്. ഈ സെറോട്ടോണിൻ ആണ് നമ്മുടെ മൂഡ്, സ്ലീപ്പ്, ഡൈജഷൻ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇൻഫാക്ട് ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ നമ്മുടെ ഗട്ടിൽ കാണപ്പെടുന്ന മൈക്രോബ്സ്, ബാക്ടീരിയ ആണ് ഈ സെറോട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നാലാമതായി പറഞ്ഞു വെക്കേണ്ട ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് സെൻസറി ഡിസ്ഫങ്ഷൻ ആണ്. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളൊന്നും പ്രോപ്പറായി വർക്കാകില്ല. ഒരു ആഹാരം നമ്മുടെ മുമ്പിൽ ഒരാൾ കൊണ്ടുവച്ചാൽ അതെടുത്ത് വായിൽ വയ്ക്കുമ്പോൾ അതിന്റെ രുചി അറിയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതിന്റെ മണം അറിയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുപോലെ ആരെങ്കിലും നമ്മളോട് സംസാരിക്കുമ്പോൾ കേൾക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ആരെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ ആ ഒരു ഫീലിംഗ്, ആ ഒരു സെൻസ് നമുക്ക് ഉണ്ടാകില്ല. ആരോ നമ്മൾ തൊട്ടതായി പോലും നമുക്ക് മനസ്സിലാകില്ല. അത് മാത്രമല്ല, കാഴ്ചശക്തിയും പതുക്കെ പതുക്കെ കുറയും. ഇനി പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു രോഗലക്ഷണം എന്ന് പറയുന്നത് മെമ്മറി ലോസ് ആണ്. നിങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തി നഷ്ടമാകും. നിങ്ങൾ അടുത്തിടെ പഠിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറക്കാത്ത നിങ്ങളുടെ ജീവിതത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഡേറ്റുകൾ, ചില ഇവന്റുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് മറന്നു പോകും. നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇനി അടുത്ത് പറയേണ്ടത് ലാംഗ്വേജ് പ്രോബ്ലം ആണ്. ചില വസ്തുക്കളുടെ പേര് നിങ്ങൾക്ക് മറന്നു പോകും. നിങ്ങൾ പക്ഷേ യൂഷ്വലി അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്, ആ ഒരു വസ്തുവിന്റെ പേരാണ്, നിങ്ങൾ യൂഷ്വലി ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. പെട്ടെന്ന് അത് മറന്നു പോകുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഒരു കോൺവെർസേഷനിൽ നിങ്ങൾ ഒരു കാര്യം എടുത്തിടും. ആ കാര്യം ആ സിറ്റുവേഷനിൽ അവിടെ പറയേണ്ട ഒരു കാര്യമില്ല.
ബട്ട് നിങ്ങൾ അത് ചോദിക്കും. അത് മാത്രമല്ല അവിടെ ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും, പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. ആക്ച്വലി ഇതെല്ലാം ഹിപ്പോ ക്യാമ്പസിന്റെ ഫങ്ഷൻസ് ആണ്. ഈ ഡിമെൻഷ്യ ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹിപ്പോ ക്യാമ്പസ് ചുരുങ്ങുന്നത് കൊണ്ട് ഈ ഫങ്ഷൻസിനെ എല്ലാം ഇത് ബാധിക്കും. നെക്സ്റ്റ്, നാവിഗേറ്റിംഗ് പ്രോബ്ലംസ്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ടൈമിനെ പറ്റി ഒരു ധാരണ ഉണ്ടാകില്ല. രാത്രിയാണോ അതോ പകലാണോ എന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്, ഇവിടെ എങ്ങനെ എത്തി, ആര് കൊണ്ടുവന്നു എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഇല്ലാതാകും. നമ്മുടെ ബ്രെയിനിലെ GPS ഫംഗ്ഷൻ നിർവഹിക്കുന്ന ഒരു പാർട്ട് ഷ്രിങ്ക് ചെയ്ത് ചുരുങ്ങി പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിനെ ഡിമെൻഷ്യ ബാധിക്കുന്നതിന് മുൻപേ ശരീരം കാണിച്ചു തുടങ്ങുന്ന ചില ലക്ഷണങ്ങൾ, ചില എർലിയർ സിംറ്റംസ് ഓഫ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഞാൻ ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഡിമെൻഷ്യ ബാധിക്കുന്നതിന് മുൻപേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഒരു നല്ല ടൈം, ഇത് പ്രാവർത്തികമാക്കാൻ പറ്റിയ നല്ല ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഇയർലിയർ സിംറ്റംസ്, അതായത് നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ ഇത് പ്രാവർത്തികമാക്കുക അല്ലെങ്കിൽ ഇതിന് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നതാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ മുൻപേ തന്നെ പ്രിവെന്റീവ് പ്രിക്കോഷൻസ് മെത്തേഡ്സ് എടുത്താൽ. ഡിമെൻഷ്യ പ്രിവെന്റ് ചെയ്യുന്നതിന്, ഈവൻ റിവേഴ്സ് ചെയ്യുന്നതിനും ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഡയറ്റ് തന്നെയാണ്. ഡയറ്റ് ഈസ് ദ കീ. ഡിമെൻഷ്യ ഉണ്ടാകുന്നതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ ഹിപ്പോ ക്യാമ്പസ് എന്ന പാർട്ട് ചുരുങ്ങി പോകുന്നത് കൊണ്ടാണ്. ദെൻ വൈ ദർ ഇസ് എ ഷ്രിങ്കേജ് ഓഫ് ഹിപ്പോ ക്യാമ്പസ്? വാട്ട് ഈസ് ദ റിയൽ കോസ് ഫോർ ദിസ്? ഹിപ്പോ ക്യാമ്പസിന് പ്രശ്നം വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി അല്ലെങ്കിൽ തയാമിൻ ഡെഫിഷ്യൻസി ആണ്. യൂഷ്വലി വൈറ്റമിൻ B1 അല്ലെങ്കിൽ തയാമിൻ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ആൽക്കഹോൾ കുടിക്കുമ്പോഴാണ്. ബട്ട് ഓൾസോ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരം അധികം കഴിക്കുമ്പോഴും ഈ വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി ശരീരത്തിൽ കണ്ടുവരാറുണ്ട്. നമ്മുടെ ശരീരത്തിലെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജിയാണ് ഗ്ലൂക്കോസ്. കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൂക്കോസായി മാറുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസായി മാറുന്നതിന് ആവശ്യമായ ഒരു ഘടകമാണ് വൈറ്റമിൻ B1 അല്ലെങ്കിൽ തയാമിൻ എന്ന് പറയുന്നത്. ശരീരത്തിൽ വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ശരീരത്തിലെ കോശങ്ങൾക്ക്, സെല്ലുകൾക്ക് ആവശ്യമായ എനർജി പോകില്ല, ഇൻക്ലൂഡിങ് ബ്രെയിൻ സെൽസ്. അതുകൊണ്ട് ബ്രെയിൻ സെൽസിന് ആവശ്യമായ എനർജി പോകാത്തത് കൊണ്ട് ബ്രെയിൻ സെൽസ് ചുരുങ്ങി ചുരുങ്ങി നശിക്കും. അങ്ങനെ ഇത് ഡിമെൻഷ്യയിലേക്ക് പോകും. സോ സ്റ്റാർട്ട് ടേക്കിംഗ് വൈറ്റമിൻ B1. ഇതിനു വേണ്ടി നമുക്ക് ഫിഷ് കഴിക്കാം, മീറ്റ് കഴിക്കാം, ഇൻക്ലൂഡിങ് പോർക്ക്, ഗ്രീൻ പീസ് കഴിക്കാം, പയർ കഴിക്കാം, ബീൻസ് കഴിക്കാം, അതുപോലെ നമുക്ക് തൈര് കഴിക്കാം, സൺഫ്ലവർ സീഡ്സ് കഴിക്കാം, ഹോൾ ഗ്രെയിൻസ് കഴിക്കാം. വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി തടയാൻ വേണ്ടി ആവശ്യമായ വൈറ്റമിൻ B1 ഫുഡ് സോഴ്സിലൂടെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എടുത്താൽ മാത്രം പോരാ, അത് ശരീരത്തിൽ നിന്ന് അനാവശ്യമായി ഇല്ലാതാകുന്നത് തടയുകയും വേണം. ഫോർ എക്സാമ്പിൾ, ആൽക്കഹോൾ കഴിക്കുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകും, ഒരുപാട് മൂത്രം പോകും. ഈ മൂത്രത്തിലൂടെയും വൈറ്റമിൻ B1 പുറത്തേക്ക് പോകും. അത് നമ്മൾ തടയണം. അതുകൊണ്ട് ആൽക്കഹോൾ എടുക്കുന്നത് ഒഴിവാക്കുക. ഡയൂററ്റിക്സ് മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതും കൺട്രോൾ ചെയ്യുക എന്നേ പറയാൻ പറ്റൂ. ആവശ്യത്തിന് എടുക്കണം, ബട്ട് കൺട്രോൾ. ഇനി പറയാൻ സാധിക്കുന്നത് ഹൈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻ B1ന്റെ ഒരു ഡിമാൻഡ് ഉണ്ടാകും. അത് ഒഴിവാക്കണമെങ്കിൽ ഹൈ കാർബ് ഡയറ്റ് ഒഴിവാക്കുക. ബട്ട് അത് നമ്മുടെ വെജിറ്റബിൾസിൽ നിന്ന് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഈസി ടു ടേക്ക്. ഡിമെൻഷ്യ പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗട്ട് മൈക്രോബിന്റെ ഡൈവേഴ്സിറ്റി കൂട്ടുക എന്നതാണ്. ഇതിനുവേണ്ടി ഗട്ട് മൈക്രോബിന്റെ ഡൈവേഴ്സിറ്റി കൂട്ടാൻ വേണ്ടി ചെയ്യാവുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക, അത് കഴിക്കുക. ഇനി മറ്റൊരു മാർഗം, ഈ ഗട്ട് മൈക്രോബിന്റെ ഡൈവേഴ്സിറ്റി കൂട്ടാൻ സഹായിക്കുന്ന മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ആണ്. ഇനി പറയുന്നത് സ്പ്രൗട്ട്സ് അധികം കഴിക്കുക, ലൈക്ക് ബ്രോക്കോളി സ്പ്രൗട്ട്സ്. സ്പ്രൗട്ട്സ് ഉണ്ടാകുന്നത് സീഡിൽ നിന്നാണ്. സീഡാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത് ഡൈജസ്റ്റ് ആകാൻ ഒരുപാട് ടൈം വേണ്ടി വരും, ഡിഫിക്കൽട്ട് ആയിരിക്കും. അതേസമയം നമ്മൾ സീഡിനെ സ്പ്രൗട്ട്സ് ആക്കി മാറ്റിയാൽ അതിന്റെ ന്യൂട്രീഷൻസ് എല്ലാം പീക്ക് ലെവലിലായിരിക്കും, അത് ഈസിലി ഡൈജസ്റ്റബിളും ആയിരിക്കും. ഇൻക്രെഡിബിൾ എമൗണ്ട് ഓഫ് ന്യൂട്രീഷൻസ് ആണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ സ്പ്രൗട്ട്സ് ബ്രെയിനിന് ആവശ്യമായ ഒരു സൂപ്പർ ഫുഡ് കൂടെയാണ്. ഇനി കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ബ്രെയിനിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ആഹാരം ഉൾപ്പെടുത്തുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാറ്റി ഫിഷ് ആഹാരത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. അതുപോലെ വൈറ്റമിൻ D, സിങ്ക് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന മറ്റു രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പ്രോപ്പർ സ്ലീപ്പ് വേണം.
പ്രോപ്പർ സ്ലീപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ്സിലോട്ട് പോകും. സ്ട്രെസ്സിലോട്ട് പോയാൽ നിങ്ങളുടെ ബ്രെയിൻ സെൽസ് ഡാമേജ് ആയി പോകും, ഡിമെൻഷ്യയിലോട്ട് പോകും. മറ്റൊരു കാര്യം, എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഓക്സിജൻ സപ്ലൈ, ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കൂട്ടാനും ബ്രെയിൻ സെല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും സാധിക്കും. സോ അപ്പോൾ ഇതൊക്കെയാണ് ഡിമെൻഷ്യനെ പറ്റി പറയാനുള്ളത്. ഡിമെൻഷ്യ നിങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്നതിന് മുൻപേ ശരീരം കാണിച്ചു തുടങ്ങുന്ന ചില ഏർലിയർ സിംറ്റംസ്, പ്രൈം സിംറ്റംസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ സിംറ്റംസ് നിങ്ങൾക്കോ നിങ്ങളുടെ കൂടെ അടുത്തിടപഴകുന്നവർക്കോ കണ്ടാൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിമെൻഷ്യ ബാധിക്കുന്നത് പൂർണ്ണമായി തടയാനും ഈവൻ റിവേഴ്സ് ചെയ്യാനും സാധിച്ചേക്കാം. അതിനു മുൻപേ ഇതെല്ലാം ഒരു മെഡിക്കൽ അഡ്വൈസായി നിങ്ങൾ പരിഗണിക്കരുത്. നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ഓക്കെ, അതിന് കൂടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ ചെയ്യുക. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ് സർക്കിളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഹെൽത്തി ആയിട്ടുള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് ഉടനടി എത്തിച്ചേരുകയുള്ളൂ. പുതിയൊരു ഹെൽത്ത്ഫുൾ കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.